ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. ഞാനിത് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോൻ്റെ ഒരു പശ്ചാത്തലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫെബ്രുവരി ലാസ്റ്റിൽ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു, ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിന് വേണ്ടി പൂനെയിലോട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പൂനെയിൽ നിൽക്കാൻ വേണ്ടി പോകുന്നത്. ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് പൂനെ ട്രിപ്പാണ് ഒഫീഷ്യലി. അപ്പോൾ കൂടെയുള്ള യാത്രികർ ആരെയെന്ന് വെച്ചാൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അവൻ്റെ കസിൻസും ഒരു കുട്ടിയും അവിടുന്ന് ജോയിൻ ചെയ്യും ഔറംഗാബാദിൽ. അപ്പോൾ പോകുന്നിടയിൽ നമ്മളെയൊക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചിപ്സും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു മീറ്റിംഗ് പോയിന്റിലുണ്ട്, അവിടെ ഒരു ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അജ്ഫാനിൽ കയറിയിട്ട് അവിടുന്ന് സുഹാർ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഗുഡ് ഫ്ലിപ്പിംഗ് ബർഗർ, നല്ല അടിപൊളി ബർഗറും പിന്നെ നല്ലൊരു വിങ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ച് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ഇനി നേരെ പോകുന്ന പൂനെയിലോട്ടാണ് കേട്ടോ. ഒരു ചെറിയ ഒരു ചുരമൊക്കെ കയറിയിട്ട് വേണം പോകാൻ. ആസ് യൂഷ്വൽ വഴിയൊക്കെ അടിപൊളി വൈബുള്ള വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറി, ചെറിയൊരു മലയായിരുന്നു. അതിന് ഞങ്ങളവിടെ പൂനെ സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പൂനെ സിറ്റി എത്തിയപ്പോൾ ആകെ ഒരു ഗ്രാമം വൈബായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കുറേ ബിൽഡിങ്ങൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. അങ്ങനെ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഞങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണ് വെസ്റ്റേൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്നത് 4 പോയിൻറ്റ്സ്, അതായത് നമ്മളെ ഷെറാട്ടൻ്റെ ഹോട്ടലാട്ടോ, മാരിയറ്റിൻ്റെ ബോൺവേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു അവർ ഹോട്ടൽ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ എല്ലാവരെയും ചോട്ടൂസിനെയൊക്കെ കണ്ട്, അങ്ങനെ അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി. ചെക്കിങ് ഒക്കെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇതാണ് എൻ്റെ റൂം. അപ്പോഴാണ് ഞാൻ ഓർത്ത റൂം ടൂർ എടുത്തില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ ബാക്ക് പോയി വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. സൈഡിലൊരു ബിഗ് മിറർ ഉണ്ട്. ഇത് ഞാൻ എൻ്റെ കോലൊന്നും നോക്കണ്ട. അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചെയറുണ്ട്. പിന്നെ വ്യൂ എന്ന് പറയുന്നത് അപ്പുറത്ത് എന്തോ ഒന്നാണ് വ്യൂ. അപ്പോൾ താഴെ നമുക്ക് പൂളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ പൂളിൽ പോകാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പത്തിന് അപ്പുറത്തെ റൂമിൽ നിന്ന് ചോട്ടൂസ് വന്നിട്ട് ഇവിടെ ഇൻ്റർഫിയർ ചെയ്ത്. കാരണം അവൻ്റെ ഫേവറേറ്റ് ഞങ്ങളാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. റെഹാൻ അവൻ്റെ ഫേവറേറ്റ് മാമയാണ്. പിന്നെ ദേ ഇവിടെ ഒരു കോഫി സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കബേർഡ് സാധനങ്ങൾ വയ്ക്കാനുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ ടോയ്ലറ്റ്, എന്തായാലും പറയാം, ടോയ്ലറ്റ് ടൂർ. അങ്ങനെ ചെറിയൊരു വാഷ്റൂമൊക്കെ ആയിട്ട് സംഭവം നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയതുണ്ടായിരുന്നത് പൂളിൽ ചാടാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ബേബിക്ക് അങ്ങനെ വെള്ളത്തിലൊന്നും ഇറക്കണം അത്ര നല്ലതല്ല. ഓൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പൂളിൽ നോക്കിയപ്പോൾ കുറേ പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. പ്രാവുകളായിരുന്നു ശരിക്കും പൂൾ എൻജോയ് ഉണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ ഔട്ടർ വ്യൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, ഇത് പിന്നെ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള സൺസ്ക്രീനൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ മാസ്റ്റർ സ്വിമ്മറായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് വെള്ളത്തിൽ ചാടി, ഞാനും ചാടി. പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു സ്റ്റീമും ഒക്കെ എടുത്ത് നല്ല സെറ്റായി. ജിമ്മിൽ പോയി ഹായ് പറഞ്ഞു. അത് നമുക്ക് പറ്റുള്ള ഏരിയ അല്ല. പിന്നെ റൂമിൽ വന്നു, നമ്മളൊന്ന് ഒക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ, പിന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം, പക്ഷേ ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ രാത്രിയുള്ള വ്യൂ ഈ സംഭവമൊക്കെയാണ്. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഇറാനി കഫേയിലോട്ട് പോയി. ഇതിവിടെ വൺ ഓഫ് ദ ഫേമസ് കഫേയാണ് കേട്ടോ. ഇവിടുത്തെ ചായ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, ബാക്കി ഒരു സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസത്തെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. വലിയൊരു സ്പ്രെഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൈപ്പ് അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആസ് യൂഷ്വൽ ലൈക്ക് എഗ്ഗ്, സോസേജ് കാര്യങ്ങളൊക്കെ എടുത്ത് വോഫിൾസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പാൻ കേക്ക്സൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ബൈ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം ഞാൻ. ടാറ്റാ.